ഹലോ ക്രിക്കറ്റേഴ്സ്. അങ്ങനെ സൂപ്പർ 8 ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 76 റൺസിന് ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യയെ അഹമ്മദാബാദ് വേദനിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു നിർണായക മത്സരത്തിലും അഹമ്മദാബാദ് ഇന്ത്യയെ വേദനിപ്പിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ആയിരുന്നു ഇന്ത്യ ഇന്നലെ സൂപ്പർ 8 തോറ്റത്. ഇതോടെ അടുത്ത 2 മത്സരങ്ങളും ഇന്ത്യക്ക് നിർണായകമായി. അടുത്തത് സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസുമാണ്. ഈ 2 മത്സരങ്ങൾ ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിൽ കിടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു മത്സരത്തിൽ ശ്രീലങ്ക ഇംഗ്ലണ്ടിനോടും പരാജയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ T20 വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന 2 ടീമുകളാണ് ഇന്ത്യയും ശ്രീലങ്കയും. ആ 2 ടീമുകളാണ് ഇന്നലെ പരാജയപ്പെടുന്നത്. അതായത് നമ്മൾ ജയിക്കുമെന്ന് വിചാരിച്ച ടീമുകളാണ് ഇന്ത്യയും ശ്രീലങ്കയും. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്നലെ സംഭവിച്ചത്. ശ്രീലങ്ക ഇംഗ്ലണ്ടിനോടും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോടും പരാജയപ്പെട്ടു. ഇതോടെ 2023 വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ICC ടൂർണമെൻറ്റിൽ 18 മത്സരങ്ങളിലും ആദ്യ തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതായത് 2024 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി, ഇപ്പോൾ ഈ T20 വേൾഡ് കപ്പിൽ ഇത്ര മത്സരങ്ങളുടെ ഇടയിൽ ആദ്യ തോൽവി അഹമ്മദാബാദിൽ ഇന്ത്യക്ക് വീണ്ടും നേടിക്കൊടുത്തു. അപ്പോൾ മത്സരത്തിലേക്ക് വരാം. നിങ്ങൾ ഈ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ. സൂപ്പർ 8 ആദ്യ മത്സരത്തിലാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സഞ്ജു പ്ലെയിനിലേക്ക് വരുമെന്ന് വെച്ചെങ്കിലും ആ ഒരു ചേഞ്ചൊന്നും ഉണ്ടായില്ല. സൗത്ത് ആഫ്രിക്കൻ ടീമിൽ 4 മാറ്റങ്ങളുണ്ടായിരുന്നു. ഡേവിഡ് മില്ലറും മാർക്കോ ജോൺസണും ലുങ്കിയെങ്കിട്ടൊക്കെ വീണ്ടും പ്ലെയിനിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ മാർക്രം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത് മാർക്രം കിൻഡണ്ടിക്കൊപ്പം. പവർ പ്ലേ തന്നെ സൗത്ത് ആഫ്രിക്കേൻ്റെ 3 ബാറ്റ്സ്മാൻമാരെയും പറഞ്ഞയച്ച് ഇന്ത്യൻ ബോളർമാർ നല്ല പ്രകടനമാണ് പുറത്തെടുത്തത്. എങ്കിലും 4ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഡേവിഡ് മില്ലറും ഡ്യുവാൽ ബ്രൂസും ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു എന്ന് പറയാം. സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സിൻ്റെ ബാക്ക് ബോൺ തന്നെയായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ ഒരു 97 റൺസിൻ്റെ പാർട്ണർഷിപ്പ്. അങ്ങനെ 13ാം ഓവറിൽ ശിവൻ ദൂബെയാണ് ഡ്യുവാൽ ബ്രൂസിനെ പുറത്താക്കി ഇന്ത്യക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുന്നത്. എന്നാൽ 5ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റബ്സും ചേർന്ന് സൗത്ത് ആഫ്രിക്കൻ സ്കോർ 150 കടത്തുകയും സൗത്ത് ആഫ്രിക്കയെ മികച്ചൊരു സ്കോറിലേക്ക് എത്തുകയും ചെയ്തു. അതായത് 20 ഓവറിൽ 187 എന്ന നിലയിൽ സൗത്ത് ആഫ്രിക്ക ഇന്നിങ്സ് അവസാനിപ്പിച്ചു. 35 പന്തിൽ 7 4ഉം 3 6ഉം ഉൾപ്പെടെ 63 റൺസ് എടുത്ത ഡേവിഡ് മില്ലറാണ് സൗത്ത് ആഫ്രിക്കയെ നല്ലൊരു സ്കോറിലെത്തിയാൻ സഹായിച്ചത്. അതുപോലെ 45 റൺസുമായി ട്രിസ്റ്റൻ സ്റ്റബ്സും ഡ്യുവാൽ ബ്രൂസും 44-43 റൺസായിട്ട് നല്ലൊരു സപ്പോർട്ട് ഡേവിഡ് മില്ലറിന് നൽകി. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക ഒരു മികച്ച സ്കോർ ഇന്ത്യക്ക് മുൻപിൽ വയ്ക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ 3 വിക്കറ്റ് പോയപ്പോൾ ഇവന്മാർ പെട്ടെന്ന് ഔട്ടായി പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് കളി അവസാനിപ്പിച്ച ഒരു സുഖം ഉണ്ടാവില്ല. കുറച്ച് റൺ വേണം, നമുക്ക് ചേസ് ചെയ്യാനുള്ളൊരു റൺസൊക്കെ വേണമെന്ന് കരുതി ഈവൻ മില്ലറും ഡ്യുവാൽ ബ്രൂസും നല്ല പാർട്ണർഷിപ്പ് നമ്മളും ശരിക്കും എൻജോയ് തന്നെയാണ്. കാരണം അടിക്കട്ടെ, നല്ല നമുക്ക് ചേസ് ചെയ്ത് ജയിക്കാൻ ഒരു സ്കോർ കിട്ടുള്ളൂ എന്നൊരു ആശ്വാസത്തിലായിരുന്നു. പക്ഷേ മറുപടി വളരെ ദയനീയമായെന്ന് പറയാം. അതിലേക്ക് വരാം. അങ്ങനെ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് അടങ്ങിയ ഇന്ത്യൻ ഓപ്പണേഴ്സായ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഒക്കെ പവർ പ്ലേ തന്നെ മടങ്ങിയോടുകൂടി ഇന്ത്യ പരാജയമാക്കുകയായിരുന്നു. സൂര്യകുമാർ യാദവിനും തെലുങ്കുവർമ്മയ്ക്കൊന്നും കാര്യമൊന്നും സംഭാവന ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഇന്ത്യൻ സ്കോർ വെറും 113 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. ശിവൻ ദൂബെ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുന്നത് പറയാം. 42 റൺസ് ശിവൻ ദൂബെ നേടി. ബാക്കിയുള്ളവർക്കൊന്നും അത്ര നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി ഇന്ത്യ സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അടുത്ത മത്സരം സിംബാബ്വെക്കെതിരെയാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഈ ഒരു പ്രകടനം വെച്ച് പോയി കഴിഞ്ഞാൽ സിംബാബ്വെയും എടുത്തിട്ട് അലക്കും. കാരണം ഓസ്ട്രേലിയയും ശ്രീലങ്കയും തോൽപ്പിച്ചിട്ടാണ് സിംബാബ്വെയുടെ വരവ്. അപ്പോൾ ഇന്ത്യ ഒന്നും കൂടി കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ സെമിയിൽ കിടക്കണമെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെയും തോൽപ്പിക്കണം. അപ്പോൾ നല്ല പ്രകടനം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും പുറത്തെടുത്താൽ തന്നെയാണ് ഇന്ത്യക്ക് ഇനി സെമി പ്രതീക്ഷ നിലനിർത്താനാവുള്ളൂ. അപ്പോൾ സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും.